പാലക്കാട് കഞ്ചിക്കോട് അട്ടപ്പളം പ്രദേശത്ത് വെച്ച് ഛത്തീസ്ഗഡ് സ്വദേശിയായ രാംനാരായൺ ബംഗൽ എന്ന അതിഥി തൊഴിലാളി ദാരുണമായി മരണപ്പെട്ടു. അടിവരയിടണം കേട്ടോ, ദാരുണമായി മരണപ്പെട്ടു. നിങ്ങൾ അടിവരയിടേണ്ട ഒരു വാക്കാണ്. മരണപ്പെട്ട സംഭവം അങ്ങേയറ്റം വേദനാജനകവും ഗൗരവവുമാണ്. സംഭവത്തിൽ ഉൾപ്പെട്ടവരെ പ്രതി ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ കർശന നിയമ നടപടി സ്വീകരിക്കും. കുടുംബവുമായി കൂടിയാലോചിച്ച് മൃതദേഹം ഛത്തീസ്ഗഡിലെ വസതിയിലെത്തിക്കുവാനുള്ള ക്രമീകരണങ്ങളും സർക്കാർ മുൻകൈയെടുത്ത് നടപ്പാക്കും. ആരാണ് പറയുന്നത്? ശിവൻകുട്ടിയാണ് പറയുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി, അതിലുപരി തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പാലക്കാട്ട് ബംഗ്ലാദേശുകാരനാണോ എന്ന് ചോദിച്ചുകൊണ്ട് രാംനാരായൺ എന്ന് പറയുന്ന യുവാവിനെ, അതിഥി തൊഴിലാളിയെ, കേരളത്തിലേക്ക് അന്നം തേടി വന്ന അതിഥി തൊഴിലാളിയെ മർദ്ദിച്ച് ആൾക്കൂട്ട കൊലപാതകം നടത്തി. വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി RSSന്റെ വർഗീയ കോമരങ്ങൾ ഈ ബീഹാറിലും യു.പിയിലും മധ്യപ്രദേശിലും ഉത്തരേന്ത്യയിലും ഒന്നടങ്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കൂട്ട കൊലപാതകത്തിന്റെ ഇരയാണ് ഈ രാംനാരായൺ. ബംഗ്ലാദേശുകാരനാണോ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടാണ് അടിച്ചു കൊന്നത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. അപ്പോ ആ രാംനാരായണനെ ആൾക്കൂട്ട വിചാരണ നടത്തി അടിച്ചു കൊന്നു RSSന്റെ സംഘ് പരിവാറിന്റെ ക്രിമിനലുകൾ. എന്നിട്ട് ശിവൻകുട്ടി പറയുന്നത് എന്താ? അതിഥി തൊഴിലാളിയെ ദാരുണമായി മരണപ്പെട്ട സംഭവം എന്ന്. അതിഥി തൊഴിലാളി ദാരുണമായി മരണപ്പെട്ട സംഭവം. ശിവൻകുട്ടിയുടെ പിടുക്ക വറക്കും. RSS സംഘ് പരിവാർ ക്രിമിനലുകൾ തല്ലിക്കൊന്നു എന്ന് പറയാൻ. ഇനി ഇതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഉണ്ട്. ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പാണ്. അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ഉണ്ട്. സാറേ, കൊന്നത് RSS ആണെന്ന് എഴുതാമായിരുന്നു. അങ്ങ് മറ്റുള്ളവരെ പോലെ മടിയിൽ കനമില്ലാത്ത ആളാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് പറഞ്ഞതാണ് എന്ന് ഒരു സഖാവ്. സാറേ, RSS ആണ് കൊന്നത് എന്ന് എഴുതാമായിരുന്നു. RSS കൊന്നതല്ല, തല്ലിക്കൊന്നു. ആൾക്കൂട്ട വിചാരണ നടത്തി സംഘ് പരിവാർ RSS ക്രിമിനലുകൾ തല്ലിക്കൊന്നു. ആ ക്രിമിനലുകൾ കരുതിയത് ഇത് രാംനാരായൺ ആണെന്ന് അവർ വിശ്വസിച്ചില്ല. ഏതോ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ഏതോ, ബാക്കി ഞാൻ പറയുന്നില്ല, ആണെന്ന് വിശ്വസിച്ചു. അതിന്റെ പേരിലാണ് രാംനാരായണന് ജീവിതം നഷ്ടമായത്. രാം നാരായൺ ആ പേര് പോലും രാംനാരായണന് അയാളുടെ ജീവിതം സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ആ ജീവിതം നിലനിർത്താൻ സഹായകമായില്ല എന്നുള്ളതാണ് ഈ ഒരു സംഭവം, ഈ ഒരു കൊടും ക്രൂരത, RSS ക്രിമിനലുകളുടെ കൊടും ക്രൂരത നമ്മളെ തെളിയിക്കുന്നത്. അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് കേരളത്തിന്റെ തൊഴിൽ മന്ത്രി അനുശോചനം രേഖപ്പെടുത്തുമ്പോ തൊഴിൽ മന്ത്രിയുടെ ശിവൻകുട്ടിയുടെ പിടുക്ക വരക്കുകയാണ്. എന്താ കാര്യം? RSS ക്രിമിനലുകൾ കൊന്നു എന്ന് പറയാൻ ശിവൻകുട്ടിക്ക് അങ്ങ് വരുന്നില്ല. പിടുക്ക വറക്കുകയാണ്, മുട്ടിരിക്കുകയാണ്. കാരണം എന്താ? അടുത്ത തവണ ശിവൻകുട്ടി മത്സരിക്കുകയാണെങ്കിൽ, വിജയിച്ച് കയറണമെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് സംഘ് പരിവാറിന്റെ വോട്ട് വേണം. മാത്രമോ ജോൺ ബിട്ടാസിൻ നിർമ്മിച്ച പാലത്തിലൂടെ ജോൺ ബിട്ടാസിന്റെ കൈയും പിടിച്ചു പോയി PM ശ്രീയിൽ ഒപ്പിട്ട വ്യക്തിയാ ശിവൻകുട്ടി. പല ഭവിഷ്യത്തുകളും ഉണ്ട്. RSSനെ കുറിച്ച് പറഞ്ഞാൽ, അവരെ പറ്റി സംസാരിച്ചാൽ പല ഭവിഷ്യത്തുകളും വരുമെന്നുള്ളത് ശിവൻകുട്ടിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ശിവൻകുട്ടി പറഞ്ഞത് ദാരുണമായ സംഭവം. RSSകാര് കൊന്നു എന്ന് പറയാൻ, RSS ക്രിമിനലുകൾ കൊന്നു എന്ന് പറയാൻ ആർജവമില്ലാത്ത ശിവൻകുട്ടി, ഞാൻ വീണ്ടും പറയുന്നു, ശിവൻകുട്ടിയുടെ പിടുക്ക വറക്കുകയാ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവോ എന്നറിയില്ല.
ഞാൻ പിടുക വിറക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവട്ടെ, മനസ്സിലാകാത്തവർ ചിന്തിച്ചാലോചിച്ചാൽ മനസ്സിലാകും എന്താണ് ആ പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോ CPM-കാരന് സഖാക്കൾക്ക് RSS എന്ന് പറഞ്ഞാൽ നാവ് പൊന്തുന്നില്ല. RSS ക്രിമിനലുകൾ തല്ലിക്കൊന്നു രാംനാരായണനെ എന്ന് പറയാൻ സഖാക്കളുടെ നാവ് പൊന്തുന്നില്ല. ശിവൻകുട്ടിക്ക് പേന മഷി വരുന്നില്ല ശിവൻകുട്ടിയുടെ പേനയിൽ നിന്ന്. എന്താ കാര്യം? സംഘപരിവാറിനെ നോവിച്ചൂടാ. സംഘപരിവാറിനെ നോവിച്ചാൽ ഇതിലും വലുത് സഹിക്കേണ്ടി വരുമെന്നുള്ള ഉത്തമ ബോധ്യമാണ് ശിവൻകുട്ടിയെയും സഖാക്കളെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. അങ്ങനെ പല ബോധ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന RSS ഏജന്റുകാരൻ നാഗ്പൂരിലെ RSSന്റെ ആസ്ഥാനത്ത് നിന്ന് കമ്മീഷൻ പറ്റുന്ന പാലം പണിക്കാരൻ, ആ പാലം പണിക്കാരൻ കൈപിടിച്ച് നടത്തി കൊണ്ടുപോയി PM ശ്രീയിൽ ഒപ്പിട്ടത്. അവസാനം ലേബർ കോഡിൽ ഒപ്പിട്ടതും അതേ RSSന്റെ അജണ്ടകൾക്കനുസരിച്ച്. കാരണം എന്താ? ഭവിഷ്യത്തുകൾ വലുതാണ്. ആ ഭവിഷ്യത്തുകളെ കുറിച്ച് അടിമകളായ സഖാക്കൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ആ ഭവിഷ്യത്തുകളെ കുറിച്ച് ശിവൻകുട്ടിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ഭവിഷ്യത്തുകളെ കുറിച്ച് പിണറായി വിജയന് നല്ല ബോധ്യമുണ്ട്. കേരളത്തിന്റെ തൊഴിൽ മന്ത്രിക്ക് RSS ക്രിമിനലുകൾ തല്ലിക്കൊന്നു എന്ന് പറയാനുള്ള ചങ്കൂറ്റമില്ല, ആർജവമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയേ ഉള്ളൂ സഖാവ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് സഖാവാണോ സംഘിയാണോ എന്ന് ചോദിച്ചാൽ രണ്ടുമല്ല സംഘാവ് അങ്ങനെയായി ലോപിച്ചിരിക്കുന്നു ഇപ്പൊ കാര്യങ്ങള്. സഖാവുമല്ല സംഘിയുമല്ല, സംഘാവ്. അതാണ് തോമസ് ഐസക് പറഞ്ഞ ഇടത് ഹിന്ദുത്വ അജണ്ട. ഏത്? NDAയുടെ ഭാഗമായി BDJS എന്ന് പാർട്ടി ഉണ്ടാക്കി സംഘപരിവാറിന്റെ ആലയത്തിൽ കൊണ്ടുപോയി കെട്ടിയ വെള്ളാപ്പള്ളി നടേശനെ പാലൂട്ടി കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ. അതാണ് സംഘാവ്. സഖാവ് പിണറായി വിജയനല്ല, സംഘാവ് പിണറായി വിജയൻ. അതാണ് കേരളത്തിലെ CPM-കാരുടെ അവസ്ഥ. സഖാക്കളുടെ അവസ്ഥ എന്ന് ഞാൻ പറയില്ല, കാരണം സഖാക്കൾ വേറെയുണ്ട്. ഇപ്പോഴുള്ളത് സഖാക്കളല്ല. സഖാക്കളുണ്ട്, വളരെ അപൂർവം, മഷിയിട്ട് നോക്കിയാൽ മാത്രം കാണാവുന്ന ചില അപൂർവം ആളുകൾ സഖാക്കളായിട്ടുണ്ട്. അതല്ലാത്ത ആളുകളൊക്കെ സംഘാക്കളാണ്. ഈ സംഘാക്കളുടെ പിതാവാരാണ്? അത് പിണറായി വിജയനാണ്. പിണറായി വിജയൻ ആരാണ്? സംഘാവാണ്. പിണറായി വിജയൻ എടുക്കുന്ന തീരുമാനങ്ങൾ പാർട്ടി അറിയുന്നില്ല, പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അറിയുന്നില്ല, സംസ്ഥാന സെക്രട്ടറി അറിയുന്നില്ല, എന്തിന് മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും അറിയുന്നില്ല. കാരണം എന്താ? സംഘാവ. നാഗ്പൂരിൽ നിന്ന് പിണറായി വിജയന് മെയിൽ വരും. ആ മെയിലിൽ പറയും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന്. ആ മെയിലിൽ പറയുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മാത്രമേ സംഘാവ് പ്രവർത്തിക്കുകയുള്ളൂ. സഖാവ് പിണറായി അല്ല, സംഘാവ് പിണറായി വിജയൻ. ആ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത അടിമയാണ് ഈ ശിവൻകുട്ടി എന്ന് പറയുന്നത്. ആ ശിവൻകുട്ടിയുടെ നാവ് പൊന്തുന്നില്ല RSS ക്രിമിനലുകൾ തല്ലിക്കൊന്നു എന്ന് പറയാൻ. എന്നിട്ട് അടിമകൾ താഴെ വന്ന് കമന്റിൽ പറയുകയാ, മടിയിൽ കനമില്ല എന്ന് അറിയുന്ന നേതാവാണ് RSS കൊന്നു എന്ന് പറയാമായിരുന്നു എന്ന്. മടിയിൽ കനമുണ്ട് സഖാക്കളെ, അടിമകളെ, സഖാക്കളെ, ശിവൻകുട്ടിയുടെ മടിയിലും കനമുണ്ട്. ആ കനമാണ് ബ്രിട്ടാസ് പണിത പാലത്തിലൂടെ RSSന്റെ ആസ്ഥാനത്ത് ചെന്നുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടാൻ ശിവൻകുട്ടിയെ പ്രേരിപ്പിച്ച ഘടകം. കനമുണ്ട്, കനമില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കണ്ട, കനമുണ്ട്. വലിയ ഭാരമുണ്ട്, ചെറുതല്ല, വലിയ ഭാരമുണ്ട്. അത് നിങ്ങൾക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടിമകൾ അങ്ങനെ എല്ലാം അറിയാറില്ല. അടിമകളുടെ മുന്നില് എല്ലാം വിളിച്ചു പറയാറുമില്ല. അറിയുന്നത് രാജാവും രാജാവിന്റെ കൊള്ളൂത്തുകാരായി മുട്ടിലിഴയുന്ന അടിമകൾക്കും അറിയാം. ആ സ്റ്റെപ്പിനപ്പുറം നിൽക്കുന്ന അടിമകൾക്കൊന്നും ഇതേക്കുറിച്ച് ഒരു ബോധ്യവും ഉണ്ടാകില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോ പാലക്കാട് ഈ സംഘപരിവാർ ക്രിമിനലുകൾ അടിച്ചു കൊന്ന രാംനാരായണന്റെ ഗതി ഒന്ന് ആലോചിച്ചു നോക്കും. ആ രാംനാരായണന്റെ ഗതികേടൊന്ന് ആലോചിച്ചു നിങ്ങള്.
മാതാപിതാക്കള് ഇന്ത്യയിൽ ജനിച്ച റാം നാരായൺ, ആ റാം നാരായണന് മാതാപിതാക്കൾ നാമകരണം ചെയ്തു. എന്താ നാമം, എന്താ പേരിട്ടത്? റാം നാരായണൻ, റാം നാരായൺ എന്ന് പേരിട്ടു മാതാപിതാക്കള്. ആ റാം നാരായണൻ ഛത്തീസ്ഗഡിൽ നിന്ന് ഉപജീവനം തേടിക്കൊണ്ട് ഒരു നേരത്തെ അന്നത്തിന് വകയുണ്ടാക്കാൻ വേണ്ടി, കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി കേരളത്തിലേക്ക് വന്നു. ആ റാം നാരായണനോട് ഇവിടുത്തെ സംഘപരിവാറുകാർ പറയാണ്, നീ റാം നാരായണനല്ല, നീ ബംഗ്ലാദേശുകാരനാണ്, നീ റാം നാരായണനല്ല, നീ ബംഗ്ലാദേശുകാരനാണ് എന്ന് കേരളത്തിലെ സംഘപരിവാറുകാർ പറയാണ്. എന്നിട്ട് ആ സംഘപരിവാറുകാര് ഈ റാം നാരായണൻ എന്ന് മാതാപിതാക്കൾ പേരിട്ട് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന് കേരളത്തിലേക്ക് ഉപജീവനത്തിന് വേണ്ടി വന്ന റാം നാരായൺ ഈ സംഘപരിവാർ കാപാലികർ, ക്രിമിനലുകൾ തല്ലിക്കൊന്നു. എന്നിട്ട് അനുശോചിക്കുമ്പോ കേരളത്തിന്റെ തൊഴിൽ മന്ത്രി എന്താ പറയുന്നത്? ദാരുണമായി കൊല്ലപ്പെട്ടു എന്ന്. തൊഴിൽ മന്ത്രിയുടെ നാവ് അനങ്ങുന്നില്ല. RSS ക്രിമിനലുകൾ തല്ലിക്കൊന്നു എന്ന് പറയാൻ. ഇതാണ് സഖാക്കളുടെ അവസ്ഥ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, സഖാവല്ല സംഘാക്കളാണെന്ന്. ആ സംഘാക്കളുടെ പിതാവാരാണെന്ന് ചോദിച്ചാൽ AKGയും EMSഉം VS അച്യുതാനന്ദനും ഒന്നുമല്ല. ആ സംഘാക്കളുടെ പിതാവെന്ന് പറയുന്നത് പിണറായി വിജയനാണ്. രാജാവാണ്. അടിമകൾ ഒരുപാടുണ്ട്. ആ അടിമകളിൽ തന്നെ ഗ്രേഡുണ്ട്, ബാച്ചുകളുണ്ട്. മുട്ടിലെറിയുന്ന കുഴലോത്ത് സംഘങ്ങൾക്ക് മാത്രമേ രാജാവിന്റെ നീക്കങ്ങളും പോക്കുകളും എല്ലാം അറിയുകയുള്ളൂ. അതിന് താഴെയുള്ളവർക്ക് രാജാവ് എന്ന് മാത്രമേ അറിയുള്ളൂ. ബാക്കി രാജാവിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അവർക്കറിയില്ല. അപ്പോ അതറിയുന്ന കൂട്ടത്തിൽ പെടുന്നവനാ ശിവൻകുട്ടി. ശിവൻകുട്ടിക്ക് RSS ക്രിമിനലുകൾ തല്ലിക്കൊന്നു എന്ന് പറയാൻ ശിവൻകുട്ടിയുടെ നാവ് പൊന്തില്ലെന്നേ. മടിയിൽ കനമുണ്ട്, വലിയ ഭാരമുണ്ട്. ആ ഭാരം എന്താണെന്ന് അടിമകൾക്ക് എല്ലാവർക്കും അറിയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത.